ഹായ്, ഇന്ന് ഞാൻ നല്ലൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. കോവയ്ക്ക ഫ്രൈ, നല്ല രുചികരമായിട്ടുള്ള മെഴുക്ക് പുരട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതെവിടെ ഞാൻ കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. മുളക് പൊടി ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ പച്ചമുളകൊന്നും ഇതിന് ചേർക്കുന്നില്ല. അപ്പോൾ നല്ല എരിയുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് എരി എരി കൂട്ടിയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. കാരണം പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് ഇതിന് ഇച്ചിരി എരി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. കറക്റ്റ് വേവിന് നിർത്തിയിട്ട് വെള്ളമൊക്കെ പറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേയേറെ വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. ഇതൊരുമാതിരി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കോവയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടട്ടെ. അതിനുശേഷം കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരുമാതിരി മൂക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇച്ചിരി വീതിയുള്ള പാനുകളാണ് ഇതിന് നല്ലത്. ചെറിയ കുഴിയൻ ചീൻചട്ടിയിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല സാധാരണ. ഇത് അടി കൂട്ടി ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇഷ്ടം. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറിന് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡാണിത്. പച്ചമുളക് ഇടുന്നതിനേക്കാളും എനിക്ക് ഇച്ചിരി ഇഷ്ടം മുളക് പൊടി ഇടുന്നതാണ്. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം JNJ Food World.